Hi students, welcome to physics class. Today we are discussing about the topic errors. We are familiar with the term error. എന്താണ് എറർ എന്ന് പറഞ്ഞത്? നമ്മൾ സാധാരണഗതിയിൽ ഒരു മെഷർമെൻ്റ് എടുക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്തോ നമുക്ക് സാധാരണ വരുന്ന ഒരു കേസാണ് എറർ എന്ന് പറയുന്നത്. സോ എററിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യാം. എറർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേമാണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. വാട്ട് ഈസ് മീൻ ബൈ ആക്യുറസി? Accuracy is a measure of how close the measured value is to the true value of the quantity. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത കുറേ ടേംസ് വരുന്നുണ്ട്. ട്രൂ വാല്യൂ, അതേപോലെ തന്നെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്ന ടേംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ട്രൂ വാല്യൂ, എന്താണ് മെഷേർഡ് വാല്യൂ എന്ന് പഠിക്കാം. നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടൊരു മെഷർമെൻ്റ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്കെയില്, അതിൻ്റെ ലെങ്ത്ത് ചെറിയൊരു സ്കെയിലാണെങ്കിൽ നമുക്കറിയാം 15 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 15 സെൻറ്റിമീറ്റർ. സോ ആ കറക്റ്റ് വാല്യൂ, ഒരു മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് വാല്യൂവിനെ പറയുന്ന പേരാണ് അതിൻ്റെ true value. So true value is the correct value of the measurement. ഇനി നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. സോ രണ്ട് ടേം നമ്മൾ പഠിച്ചു. നമ്മൾ ഒരു മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിവൈസ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് അതിൻ്റെ മെഷേർഡ് വാല്യൂ. അതേപോലെ തന്നെ ആ മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ ആണ് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇനി വരുന്ന സെക്ഷനിലെല്ലാം നമ്മൾ ട്രൂ വാല്യൂ, മെഷേർഡ് വാല്യൂ എന്ന് പറയുന്ന ടേം ആയിരിക്കും വരാം. അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഒരു മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് വാല്യൂവും മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണെന്നും ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ്, സോ ആക്യുറസി എന്ന് പറയുന്നത് എന്താണ്? It is a measure of how close the measured value is to the true value of the quantity. ഇപ്പോൾ നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്ത് ഒരു മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ മെഷർ ചെയ്യുന്ന ഒബ്ജക്റ്റിനൊരു കറക്റ്റ് വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഉണ്ടായിരിക്കും. ആ ട്രൂ വാല്യൂവിനോട് ഏറ്റവും ക്ലോസ് ആയി കിടക്കുന്ന മെഷേർഡ് വാല്യൂവിനെയാണ് നമ്മളവിടുത്തെ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെഷേർഡ് വാല്യൂ ആണ്. ഇനി ആ മെഷേർഡ് വാല്യൂവിൻ്റെ പ്രത്യേകത അത് ട്രൂ വാല്യൂവിനോട് ഏറ്റവും ക്ലോസ് ആയി കിടക്കുന്ന വാല്യൂ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പെൻ മെഷർ ചെയ്യാണ്. അപ്പോൾ പെന്നിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ മിനിമം എപ്പോഴും 6 സെറ്റ് റീഡിംഗ് എങ്കിലും മെഷർ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടിയ റീഡിങ് 13.9, 13.8, 13.8, 13.9. അങ്ങനെ ഒരു 6 സെറ്റ് റീഡിങ് കിട്ടി എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്യുറസി അല്ലെങ്കിൽ ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 14നോട് ക്ലോസ് ആയി കിടക്കുന്ന റീഡിംഗ് ആണ്. ദാറ്റ് ഈസ് 13.9 ആണ് അവിടുത്തെ മെഷർമെൻറ്റിൻ്റെ ആക്യുറേറ്റ് വാല്യൂ. സോ ആക്യുറസി മീൻസ് ദ മെഷർ ഓഫ് how close the measured value is to the true value of the quantity. Next term is precision. Precision is the resolution or limit of the quantity measured. Precision എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ലിമിറ്റാണ്. അതല്ലെങ്കിൽ അതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ്, നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന പേരാണ്, ഈ ലിമിറ്റിനെ തന്നെ നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഫോമിൽ പഠിക്കുന്ന ഒരു പേരാണ് റെസൊല്യൂഷൻ. സോ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി മെഷേർഡ്, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി മെഷേർഡ്. ഓക്കെ, സോ ഈ രണ്ട് ടേമും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ടോപ്പിക്ക് എറർ. വാട്ട് ഈസ് മീൻ ബൈ എറർ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ മെഷർമെൻറ്റിനൊരു ട്രൂ വാല്യൂ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു കറക്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും.
എപ്പോഴും നമ്മൾ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന സമയത്ത് ആ കറക്റ്റ് വാല്യൂ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന ആ റീഡിങ്ങിൽ വരും. ദാറ്റ് ഈസ് ട്രൂ വാല്യൂവിനോട് കറക്റ്റ് അല്ലാതെ അല്ലെങ്കിൽ ട്രൂ വാല്യൂ അല്ലാതെ ഒരു ചെറിയ ഡിഫറൻസോട് കൂടി നമുക്ക് റീഡിങ് കിട്ടും. സോ ആ ഡിഫറൻസ്, ദ ട്രൂ വാല്യൂം മെഷർ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. സോ എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് എറർ. ഇനി ഏതൊക്കെ ടൈപ്പ് എറർ ആണ് ഉള്ളത്? ഫസ്റ്റ് വൺ ഈസ് കോൺസ്റ്റന്റ് എറർ. കോൺസ്റ്റന്റ് എറർ മീൻസ് ആൻ എറർ വിച്ച് ഈസ് കോൺസ്റ്റന്റ്ലി ഓർ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ഡ്യൂറിങ് ഓൾ ഒബ്സർവേഷൻ. ദാറ്റ് മീൻസ് നമ്മളൊരു ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത് മിനിമം 6 സെറ്റ് റീഡിങ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 6 സെറ്റ് റീഡിങ് എടുക്കുമ്പോഴും നമ്മുടെ ട്രൂ വാല്യൂ അല്ലാതെ ഒരു റീഡിങ് വന്നു, ദാറ്റ് ഈസ് മെഷേർഡ് വാല്യൂ വന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഒബ്സർവേഷൻ ചെയ്യുമ്പോഴും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എറർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 6 റീഡിങ്ങിലും നമുക്ക് ട്രൂ വാല്യൂ അല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു റീഡിങ് ട്രൂ വാല്യൂ അല്ലാതെ മറ്റൊരു റീഡിങ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എന്തായാലും ട്രൂ വാല്യൂം മെഷേർഡ് വാല്യൂം തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഒരു എറർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എറർ ഈസ് നോൺ ആസ് കോൺസ്റ്റന്റ് എറർ. ദാറ്റ് മീൻസ് നമ്മുടെ ഒബ്സർവേഷനിൽ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ 6 റീഡിങ് എടുത്തെങ്കിൽ 6 റീഡിങ്ങിലും നമുക്ക് എറർ ഉണ്ടെങ്കിൽ ആ ടൈപ്പ് എററിനെയാണ് നമ്മൾ എന്ത് പറയാം? കോൺസ്റ്റൻ്റ് എറർ. അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനിൽ കണ്ടിന്യൂസ്ലി നമുക്ക് എറർ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്തെന്ന് പറയും? കോൺസ്റ്റൻ്റ് എറർ എന്ന് പറയാം. സോ കോൺസ്റ്റൻ്റ് എറർ ഈസ് ദ കോൺസ്റ്റൻ്റ്ലി ഓർ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ഡ്യൂറിങ് ഓൾ ഒബ്സർവേഷൻ. കോൺസ്റ്റന്റ് എറർ എന്ന് പറഞ്ഞാൽ എറർ തന്നെയാണ് വിച്ച് ഈസ് കോൺസ്റ്റന്റ്ലി ഓർ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ഡ്യൂറിങ് ഓൾ ഒബ്സർവേഷൻ. നെക്സ്റ്റ് ഈസ് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറർ ഈസ് ഡ്യൂ ടു നോൺ കോസസ് അക്കോർഡിംഗ് ടു ഡെഫിനിറ്റ് ലോ. ദാറ്റ് മീൻസ് ഈ എറർ വരാൻ, സിസ്റ്റമാറ്റിക് എറർ വരാനായിട്ട് പ്രത്യേകമായ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. ആ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊരു കോസ് കൊണ്ട് എറർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ആ സിസ്റ്റമാറ്റിക് എറർ വരാനുള്ള കാരണങ്ങൾ, അതായത് ഏതൊക്കെയാണ് അവിടെ കോസസ് ആയിട്ട് വരാവുന്നത്, അതിലെയാണ് ഫസ്റ്റ് വൺ ഇൻസ്ട്രുമെൻ്റൽ എറർ. ഇൻസ്ട്രുമെൻ്റൽ എറർ ഈസ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമുക്കറിയാം നമ്മളൊരു മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ്സ്, ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊന്ന് കാലിബ്രേറ്റ് ചെയ്യും. അതായത് പുതിയ ഡിവൈസൊക്കെ ആണെങ്കിൽ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും പ്രോബ്ലം, കാലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു വെയിങ് മെഷീനിൽ നമ്മൾ വെയിറ്റ് നോക്കുകയാണ്. നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ നീഡിൽ 0 ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് വെയിറ്റ് ചെക്ക് ചെയ്യുള്ളൂ. കാരണം എന്താ? അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് 0 ബാലൻസ് ചെയ്യുന്നത്. സോ ഒട്ടുമിക്ക ഡിവൈസും ആ ഒരു പ്രോസസ്സാണ് കാലിബ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അത് കറക്റ്റ് റീഡിങ് കിട്ടണമെങ്കിൽ അതതിൻ്റെ മിനിമത്തിൽ ബാലൻസ് ചെയ്യണം. സോ ആ ഒരു പ്രോസസ്സാണ് കാലിബ്രേഷൻ. ഇനി കാലിബ്രേഷൻ ചെയ്യാത്ത ഡിവൈസസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വല്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചിലപ്പോൾ നമ്മുടെ ഒബ്സർവേഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ കാലിബ്രേഷൻ ചെയ്യാത്ത കാരണങ്ങൾ കൊണ്ടോ നമ്മളുടെ ഒബ്സർവേഷനിൽ എറർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് എററാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് എറർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. ദാറ്റ് ഈസ് ഇൻസ്ട്രുമെൻറ്റ് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട്, കാലിബ്രേറ്റ് ചെയ്യാത്ത ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എററാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. നെക്സ്റ്റ് ടൈപ്പ് എററാണ് പേഴ്സണൽ എറർ. കൂടുതലും നമ്മൾ ഒരു മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ വരാവുന്ന എററാണ് പേഴ്സണൽ എറർ.
അത് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ചെയ്യുന്ന അശ്രദ്ധ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എററാണ് പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. പേഴ്സണൽ എറർ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഡിവിജ്വൽ ബയാസ് ഓർ പേഴ്സണൽ പെക്യുലാരിറ്റീസ്. അതായത് ഒബ്സർവേഷൻ ചെയ്യുന്ന ഇൻഡിവിജ്വലിൻ്റെ എറർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ ഉള്ള ഒരു ഒബ്സർവേഷനാണ് ചെയ്യുന്നതെങ്കിൽ കണക്ഷൻസ് മാറിക്കൊടുക്കുക, അപ്പോൾ അത് പേഴ്സണൽ ബയാസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഒബ്സർവേഷൻസ് കറക്റ്റായിട്ട് ഇപ്പോൾ റീഡിങ് കറക്റ്റായിട്ട് ഇപ്പോൾ 1.5 1.4 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എറർ വരും. അപ്പോൾ അതെല്ലാം പേഴ്സണൽ നമ്മളുടെ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എററാണ് പേഴ്സണൽ എറർ. നെക്സ്റ്റ് ഈസ് എൻവിയോൺമെൻറ്റൽ എറേഴ്സ്. Environmental error, it is due to the change in external condition like pressure, temperature, etc. അതായത് ഇപ്പോൾ നമ്മളൊരു ഒബ്സർവേഷൻ എടുക്കാനായിട്ട് നിന്നു, അപ്പോൾ അവിടെ പ്രഷറിൽ വരുന്ന വേരിയേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ അതല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇതെല്ലാം ചില എക്സ്പെരിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കണക്ഷൻ ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്സർവേഷൻ ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അവിടുത്തെ റീഡിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ അത് നമുക്ക് അതിനനുസരിച്ചുള്ള റീഡിങ് കിട്ടും, വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റീഡിങ് കിട്ടും. അപ്പോൾ ഈ ഒരു കേസിലൊക്കെ അവിടെ എന്താണ് ഒരു എറർ ഡെവലപ്പ് ചെയ്യും. അതാണ് എൻവിയോൺമെൻറ്റൽ എറർ. അതായത് പ്രഷർ ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്, ഹ്യൂമിഡിറ്റി ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഒബ്സർവേഷനിൽ വരുന്ന ടൈപ്പ് എററാണ് എൻവിയോൺമെൻറ്റൽ എറർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. That means it occur due to the imperfection in experimental arrangement. അതായത് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിൽ വരുന്ന ഇംപെർഫെക്ഷൻ, അതായത് മിസ്റ്റേക്ക് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന എറർ. ഇപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ചേഞ്ച് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ വോൾട്ട് മീറ്റർ അമീറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലൊക്കെ ചേഞ്ച് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ എക്സ്പെരിമെൻ്റൽ റീഡിങ്ങിനെ അഫക്റ്റ് ചെയ്യും. സോ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഇംപെർഫെക്ഷൻ കൊണ്ട് ഒബ്സർവേഷനിൽ ഒരു എറർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം എററാണ് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് സിസ്റ്റമാറ്റിക് എററാണ്. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാരണങ്ങളാൽ നമ്മുടെ ഒബ്സർവേഷനിൽ എറർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം എററാണ് സിസ്റ്റമാറ്റിക് എറർ. ഇനി ആ സിസ്റ്റമാറ്റിക് എററിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ എറർ, സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ എറർ, തേർഡ് വൺ ഈസ് എൻവിയോൺമെൻ്റൽ എറർ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എറർ ആണ് റാൻഡം എറർ. റാൻഡം എറർ മീൻസ് ഇറ്റ് ഒക്കർ ഇറഗുലർലി ആൻഡ് അറ്റ് റാൻഡം ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് ഇറ്റ് ഒക്കർ ഇറഗുലർലി ആൻഡ് അറ്റ് റാൻഡം, അതായത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം എറർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റാൻഡം എറർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഡയറക്ഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പോസിറ്റീവ് എറേഴ്സ് മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ നെഗറ്റീവ് എറേഴ്സ് മാത്രമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, റാൻഡം എറർ എന്ന് പറയുന്നത്. ഇനി റാൻഡം എറർ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒബ്സർവേഷൻ എടുക്കുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു മിനിമം 6 സെറ്റ് റീഡിംഗ് എങ്കിലും നമ്മൾ ഒരു ഒബ്സർവേഷൻ എടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 6 സെറ്റ് റീഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എറർ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ റാൻഡം എറർ ക്യാൻ ബി അവോയ്ഡഡ് ബൈ ടേക്കിംഗ് മെഷർമെൻറ്റ് നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ദെൻ ഫൈൻഡിങ് അരിതമെറ്റിക് മീൻ. അപ്പോൾ നമ്മൾ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു റീഡിംഗ് എടുക്കുന്നതിന് പകരം ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ് എടുക്കാം. ഈ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ 6 സെറ്റാണ് എടുക്കുക, 6 റീഡിംഗ് ആണ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, ഈ 6 റീഡിങ്ങിൻ്റെ മീൻ കണ്ടുപിടിക്കും. അതായത് ഈ 6 റീഡിംഗ് കൂടി ആഡ് ചെയ്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ മീൻ എടുത്തിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്യുറസി കൂടും,
എറർ കുറയും. നെക്സ്റ്റ് ടൈപ്പ് എററാണ് ലീസ്റ്റ് കൗണ്ട് എറർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡിവൈസിൻ്റെയും ലീസ്റ്റ് കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് അറിയണം. ലീസ്റ്റ് കൗണ്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമുക്കറിയാം, ഒബ്സർവേഷൻ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരിക്കും. ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ നീഡിൽ സീറോയിൽ ബാലൻസ് ചെയ്ത് നിർത്തും. അപ്പോൾ അവിടുത്തെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. ആ 0നേക്കാളും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അതിന് കിട്ടാനില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണങ്ങളാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് 0യിൽ നീഡിൽ നിൽക്കുന്നില്ല, 1ലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 1ന് ഇപ്പുറത്തേക്ക് ആ നീഡിൽ പിന്നെ പോവില്ല. അതിൻ്റെ കാരണം എന്താ? അത് എന്തെങ്കിലും ഡിവൈസ് മേക്ക് ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ ആ ഡിവൈസിൻ്റെ ലീസ്റ്റ് കൗണ്ട് എറർ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്രേ ഉള്ളൂ. നമുക്ക് ആ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണോ റീഡിങ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, അതായത് സ്റ്റാർട്ടിങ് റീഡിംഗ് ആണ് അവിടുത്തെ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക LC എന്നാണ്. ഇനി ഉള്ള സെക്ഷനിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ LC എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് ആണെന്ന് ഓർത്തിരിക്കുക. ലീസ്റ്റ് കൗണ്ട് എറർ ഈസ് the error associated with the resolution of the instrument. അപ്പോൾ ഞാൻ പറഞ്ഞു, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡിവൈസ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ്. ആ ലീസ്റ്റ് കൗണ്ട് എറർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസൊല്യൂഷനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാം. യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഹയർ പ്രിസിഷൻ, ഇംപ്രൂവിങ് എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ്, വി ക്യാൻ റെഡ്യൂസ് ദ ലീസ്റ്റ് കൗണ്ട് എറർ. ഇനി ലീസ്റ്റ് കൗണ്ട് എറർ എങ്ങനെയൊക്കെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഹൈ പ്രിസിഷൻ ഉള്ളതായിരിക്കാം. അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലീസ്റ്റ് കൗണ്ട് എറർ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്പ് ഓഫ് എറേഴ്സ്. നെക്സ്റ്റ് ആബ്സല്യൂട്ട് എറർ ആണ്. ഇതൊരു ടൈപ്പ് ഓഫ് എററിലൊന്നും പെടുത്താൻ പറ്റില്ല. എററിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ആബ്സല്യൂട്ട് എറർ. സാധാരണഗതിയിൽ ഈ ആബ്സല്യൂട്ട് എറർ വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ എന്താണ് ആബ്സല്യൂട്ട് എറർ എന്ന് നോക്കിയേ. ദ ആബ്സല്യൂട്ട് എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ആൻഡ് ദ മെഷേർഡ് വാല്യൂ. ഇത് തന്നെയാണ് നമ്മൾ എററിൻ്റെയും ഡെഫിനിഷൻ പഠിച്ചത്. സോ എറർ എന്ന് പറഞ്ഞാലും ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. So absolute error is the difference between the true value of the quantity and the measured value. ഇനി അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഡെൽറ്റ. ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന സിമ്പലാണ് ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡെൽറ്റയാണ്. സ്മോൾ ഡെൽറ്റയിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന സിമ്പലാണ് ക്യാപിറ്റൽ ഡെൽറ്റ എ. സോ ആബ്സല്യൂട്ട് എററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഡെൽറ്റ എ. ഇനി അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ലൈൻ മാർക്ക് ചെയ്തത് അതതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് നമ്മളെപ്പോഴും കൗണ്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മളതിനെ രണ്ട് ലൈൻ അകത്താക്കിയിരിക്കുന്നത്. ഓക്കെ, സോ absolute error is represented by delta A. നമ്മളെപ്പോഴും മോഡ് വാല്യൂ മാത്രം ചൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ആ സിമ്പിൾ അവിടെ രണ്ട് പാരലൽ ലൈൻസ് കിടക്കുന്നത് കേട്ടോ. ഇനി അത് ആ പാരലൽ ലൈൻസ് എടുത്ത് പറയില്ല, അതപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ആ പാരലൽ ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ മോഡ് വാല്യൂ മാത്രം. ദാറ്റ് ഈസ് പോസിറ്റീവ് വാല്യൂ വന്നാലും നെഗറ്റീവ് വാല്യൂ വന്നാലും നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് ചൂസ് ചെയ്യുക. സോ ആബ്സല്യൂട്ട് എററിന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആബ്സല്യൂട്ട് എറർ ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ഇനി അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ലെറ്റ് A1, A2, A3 എക്സെട്ര AN ആർ മെഷേർഡ് വാല്യൂസ്. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയ മെഷേർഡ് വാല്യൂ, അതായത് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ആണ് A1, A2, A3 എന്നൊക്കെ പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും റീഡിംഗ് ആവാം. മിനിമം നമ്മൾ എപ്പോഴും 6 റീഡിംഗ് ആണ് എടുക്കുക. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് മെഷേർഡ് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടുപിടിച്ച മെഷേർഡ് വാല്യൂവിൻ്റെ മീൻ കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് എ മീൻ ഈക്വൽ ടു, ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് എററിനെയാന്ന് പറഞ്ഞു. അപ്പോൾ എ മീൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മെഷർ ചെയ്ത വാല്യൂസിൻ്റെ ആദ്യം മീൻ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു 6 സെറ്റ് റീഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് A1 + A2 + A3 + A4 + A5 + A6. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ബൈ 6. സോ ഇവിടെ നമ്മൾ n റീഡിങ്ങേഴ്സ് ഉണ്ടെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് n മെഷേർഡ് വാല്യൂ ഉണ്ട്. സോ എ മീൻ എന്ന് പറയുന്നത് A1 + A2 + എക്സിട്ര + AN ഡിവൈഡഡ് ബൈ n. സോ നമ്മളതിൻ്റെ മെഷേർഡ് വാല്യൂസിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്ത എത്ര റീഡിംഗ് ഉണ്ടോ അത്രയും റീഡിങ്ങിനും ആബ്സല്യൂട്ട് എറർ ഉണ്ടായിരിക്കും. ഇപ്പോൾ മിനിമം 6 റീഡിങ് നമ്മൾ എടുത്തെങ്കിൽ ഈ 6 റീഡിങ്ങിനും അല്ലെങ്കിൽ 6 മെഷേർഡ് വാല്യൂവിനും ആബ്സല്യൂട്ട് എറർ ഉണ്ടായിരിക്കും. ഇനി അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ ദ ആബ്സല്യൂട്ട് എറേഴ്സ് ആർ, ഫസ്റ്റ് റീഡിങ് നമുക്കറിയാം A1 ആണ്. സോ അതിൻ്റെ ആബ്സല്യൂട്ട് എറർ കാണുമ്പോൾ ∆A1 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ്. ഇനി ഇവിടുത്തെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന മീൻ വാല്യൂ ആണ്. അതായത് നമ്മൾ മെഷർ ചെയ്ത വാല്യൂസിൻ്റെ അരിതമെറ്റിക് മീൻ ആയിരിക്കും എപ്പോഴും ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് റീഡിങ്ങിൻ്റെ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എ മീൻ, ദാറ്റ് ഈസ് ട്രൂ വാല്യൂ, മൈനസ് മെഷേർഡ് വാല്യൂ. മെഷേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൻ്റെ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ -A1 വരെ ആയിരിക്കും. ദാറ്റ് ഈസ് ∆A1 എന്ന് പറയുന്നത് എ മീൻ മൈനസ് അവിടുത്തെ മെഷേർഡ് വാല്യൂ ആയ A1. ഓക്കെ, ഇനി സെക്കൻഡ് റീഡിങ്ങിൻ്റെ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ∆A2 വിച്ച് ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അരിതമെറ്റിക് മീൻ ആണ്. ദാറ്റ് ഈസ് എ മീൻ മൈനസ് മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് റീഡിംഗ് ആണ്. ദാറ്റ് ഈസ് A2. അങ്ങനെ നമ്മൾ എത്ര മെഷേർഡ് വാല്യൂ ഉണ്ടോ അതിനെല്ലാത്തിനും ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കും. സോ ∆AN ഈക്വൽ ടു എ മീൻ മൈനസ് AN. അപ്പോൾ നമ്മൾ എത്ര മെഷേർഡ് വാല്യൂ കണ്ടുപിടിച്ചാലും അതിനെല്ലാം ആബ്സല്യൂട്ട് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷേർഡ് വാല്യൂസ് കണ്ടുപിടിക്കും. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കുറച്ച് റീഡിങ് എഴുതും. അതിനുശേഷം നമ്മൾ എത്ര റീഡിങ് ഒബ്സർവ് ചെയ്തോ അതിൻ്റെ മീൻ കണ്ടുപിടിക്കും. അതിൻ്റെ മീൻ ആയിരിക്കും നമ്മളുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ റീഡിങ്ങിൻ്റെയും ആബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ ഇപ്പോൾ എത്ര റീഡിങ് എടുത്താലും അതിനെല്ലാം ആബ്സല്യൂട്ട് എറർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ മിനിമം 6 റീഡിംഗ് ഉണ്ടെങ്കിൽ ഈ 6 റീഡിങ്ങിൻ്റെ ആബ്സല്യൂട്ട് എറർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ആബ്സല്യൂട്ട് എററുകളുടെ മീൻ കണ്ടുപിടിക്കും. ഓക്കെ, സോ ദ അരിതമെറ്റിക് മീൻ ഓഫ് ആബ്സല്യൂട്ട് എറർ ഈസ് കോൾഡ് മീൻ ആബ്സല്യൂട്ട് എറർ. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് എററുകളുടെ മീനിനെയാണ് നമ്മൾ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയാം. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ∆A മീൻ. ഓക്കെ, അപ്പോൾ അരിതമെറ്റിക് മീനിനെയാണ് നമ്മൾ എ മീൻ എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. മീൻ ആബ്സല്യൂട്ട് എററിനെയാണ് നമ്മൾ ∆A മീൻ എന്ന് പറയുന്നത്. ക്ലിയർ? ∆A മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആബ്സല്യൂട്ട് എററുകളെല്ലാം കൂടി ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ എത്ര സെറ്റ് റീഡിംഗ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ∆A മീൻ ഈക്വൽ ടു ∆A1, ദാറ്റ് ഈസ് ഫസ്റ്റ് റീഡിങ്ങിൻ്റെ ആബ്സല്യൂട്ട് എറർ, പ്ലസ് ∆A2, അതായത് രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ആബ്സല്യൂട്ട് എറർ, പ്ലസ് എക്സിട്ര അങ്ങനെ പോവും, ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ n റീഡിംഗ് ആണ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട്
n കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മീൻ ആബ്സല്യൂട്ട് എറർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ മീൻസ് the ratio of absolute error to the true value of the quantity. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ, ദാറ്റ് ഈസ് ഡെൽറ്റ എ മീൻ. ഈ ഡെൽറ്റ എ മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മീൻ ആബ്സല്യൂട്ട് എറർ ആണ്. മീൻ ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മെഷർ ചെയ്യുന്ന റീഡിങ്സിൻ്റെ മീൻ വാല്യൂ ആണ്, ദാറ്റ് ഈസ് എ മീൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ ആബ്സല്യൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. And finally, percentage error. Percentage error means relative error expressed in percentage is the percentage error. ഈ റിലേറ്റീവ് എററിനെ നമ്മൾ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ഡെൽറ്റ എ. സ്മോൾ ഡെൽറ്റയാണ് ആ സിമ്പല്. അതായത് നമ്മൾ എസ്, ഇംഗ്ലീഷ് ലെറ്ററിൽ എസ് എഴുതുന്നത് പോലെ എഴുതിയിട്ട് ആ ബോട്ടം പോർഷൻ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കും. അതാണ് സ്മോൾ ഡെൽറ്റ, ഡെൽറ്റ എ. ദാറ്റ് ഈസ് ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ ഇൻറ്റു 100. ദാറ്റ് ഈസ് ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്മോൾ ഡെൽറ്റ എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് എററാണ്. ദാറ്റ് ഈസ് റിലേറ്റീവ് എററിനെ പേഴ്സൻറ്റേജ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ആണ്. അതായത് മീൻ ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പേഴ്സൻറ്റേജ് എറർ.